സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് റീനൽ ഫിസിയോളജി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീനൽ സ്ട്രക്ചർ ആൻഡ് റീനൽ ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കിഡ്നിയുടെ സ്ട്രക്ചറിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഓഫ് കിഡ്നിയാണ്. കിഡ്നിയുടെ ഔട്ടർ സർഫസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ടർ കവറിംഗ് എന്ന് പറയുന്നത് തിക്ക് ഫൈബ്രസ് കോട്ടിംഗ് ആണ്. ആൻഡ് അതിനെയാണ് നമ്മൾ പറയുന്നത് റീനൽ ക്യാപ്സ്യൂൾ. റീനൽ ക്യാപ്സ്യൂൾ. ഇനി നമുക്ക് കിഡ്നിയുടെ ഈ ഒരു സ്ട്രക്ചറിനെ 2 മേജർ പോർഷൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിൻ്റെ ഈ ഔട്ടർ പോർഷനെ നമ്മൾ പറയുന്നതാണ് റീനൽ കോർട്ടെക്സ്. റീനൽ കോർട്ടെക്സ് ആൻഡ് ഇന്നർ പോർഷൻ, കിഡ്നിയുടെ ഇന്നർ പോർഷൻ നമ്മൾ പറയുന്നത് റീനൽ മെഡുല്ല. ഇനി നമ്മൾ ഇവിടെ കാണുന്ന ഈ ഒരു കോൺ ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് നമ്മുടെ കോർട്ടെക്സിൽ നിന്നും കുറച്ചുകൂടി ഡാർക്കർ ഷെയ്ഡിൽ കാണുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു കോൺ ഷേപ്ഡ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ പറയുന്നത് റീനൽ പിരമിഡ്സ്. നമ്മൾ ഹ്യൂമൻസിൽ അബൌട്ട് 7 റീനൽ പിരമിഡ്സ് ആണ് നമുക്ക് ഓരോ കിഡ്നിയിലും കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള ഈ ഒരു റീനൽ പിരമിഡ്സിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കോർട്ടെക്സിന്റെ പോർഷൻ മെഡുല്ലയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നതായിട്ട് കാണാം. ഇത്തരത്തിൽ കാണുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ പറയുന്നത് റീനൽ കോളം. റീനൽ കോളം. റീനൽ കോളത്തിൽ നമ്മൾ കോളം ഓഫ് ബെർട്ടിൻ എന്നും പറയും. കോളം ഓഫ് ബെർട്ടിൻ. ഇനി നമ്മളിവിടെ നോക്കുമ്പം ഈ ഒരു റീനൽ പിരമിഡ്സ് ഓപ്പൺ ചെയ്യുന്നത് കപ്പ് ഷേപ്ഡ് ക്യാവിറ്റീസിലേക്കാണ്. സ്മോളർ ക്യാവിറ്റീസിന് നമ്മൾ പറയുന്നത് മൈനർ കാലിസസ് എന്നാണ്. മൈനർ കാലിസസ്. ഇവിടെ ഈ ഒരു റീനൽ പിരമിഡ്സ് മൈനർ കാലിസസിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു പോർഷൻ, ആ ഒരു അറ്റാച്ച്മെന്റിന്റെ ഭാഗം, അതിനെയാണ് നമ്മൾ പറയുന്നത് റീനൽ പാപ്പിലെ. ഇനി ഇവിടെ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള 2 to 3 മൈനർ കാലിസസ് ഒരു ബിഗർ ക്യാവിറ്റിയിലേക്ക് ഓപ്പൺ ചെയ്യും. അതിനാണ് നമ്മൾ പറയുന്നത് മേജർ കാലിസസ്. ഇത്തരത്തിലുള്ള 2 to 3 മേജർ കാലിസസ് ഓപ്പൺ ചെയ്യുന്ന ബിഗർ ക്യാവിറ്റിനെയാണ് നമ്മൾ പറയുന്നത് റീനൽ പെൽവിസ്. റീനൽ പെൽവിസ്. നമ്മുടെ ഈ ഒരു റീനൽ പെൽവിസ് ഓപ്പൺ ചെയ്യുന്ന ഒരു ട്യൂബാണ് യൂറേറ്റർ. യൂറേറ്റർ. ഇനി നമ്മൾ നോക്കുന്നത് റീനൽ പെർഫ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ കിഡ്നിയിലേക്കുള്ള വാസ്കുലേച്ചർ എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ നോക്കുമ്പോൾ കിഡ്നിയിലേക്ക് ബ്ലഡ് വരുന്നത് റീനൽ ആർട്ടറി വഴിയാണ്. റീനൽ ആർട്ടറി. ആൻഡ് കിഡ്നിയിൽ നിന്നും ബ്ലഡ് പുറത്തേക്ക് പോകുന്നത് റീനൽ വെയിൻ വഴി. റീനൽ വെയിൻ. നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു റീനൽ ആർട്ടറി, റീനൽ വെയിൻ, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു യൂറേറ്റർ എൻ്റർ ചെയ്യുന്ന പോർഷൻ, ആ ഒരു പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ്, അതിനാണ് നമ്മൾ പറയുന്നത് ഹൈലം. ഈ ഒരു പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് നമ്മൾ പറയുന്നത് എന്താണ്? ഹൈലം. ഇത് കൂടാതെ നമുക്ക് പെരിനെഫ്രിക് ഫാറ്റ്, ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ പോർഷൻസ്, ഇതാണ് പെരിനെഫ്രിക് ഫാറ്റ്. പെരിനെഫ്രിക് ഫാറ്റും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കിഡ്നിയുടെ മാക്രോസ്കോപ്പിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ റീനൽ വാസ്കുലേച്ചർ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത് റീനൽ ആർട്ടറിയാണ്. ഈ ഒരു റീനൽ ആർട്ടറി നമ്മുടെ ഹൈലത്തിൽ എൻ്റർ ചെയ്തതിനു ശേഷം പോസ്റ്റീരിയർ ആൻഡ് ആൻറ്റീരിയർ ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഡിവിഷൻസ്. ഓക്കെ, അപ്പോൾ റീനൽ ആർട്ടറി, ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഡിവിഷൻസ്. ആൻഡ് ഇത് ഡിവൈഡ് ചെയ്തതിനു ശേഷം നമ്മുടെ ഈ ഒരു കോളം ഓഫ് ബെർട്ടിനിലൂടെ പോകും. ആൻഡ് ഈ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ പറയുന്നത് ഇന്റർ ലോബാർ ആർട്ടറി. ഓക്കെ, ഇന്റർ ലോബാർ ആർട്ടറി വഴി അകത്തേക്ക് എൻ്റർ ചെയ്യും. ആൻഡ് ഈ ഒരു ഇന്റർ ലോബാർ ആർട്ടറി നമ്മുടെ ഈ ഒരു കോർട്ടെക്സ് ആൻഡ് മെഡുല്ല സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആൻഡ് ആ ബ്രാഞ്ചസിനെയാണ് നമ്മൾ പറയുന്നത് ആർക്വേറ്റ് ആർട്ടറി. ആർക്വേറ്റ് ആർട്ടറി. ഈ ഒരു ആർക്വേറ്റ് ആർട്ടറി ഫർദർ നമ്മുടെ കോർട്ടെക്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ വീണ്ടും ഡിവൈഡ് ചെയ്ത് ബ്രാഞ്ചസ് ഫോം ചെയ്യും. ആൻഡ് ഈ ഒരു ബ്രാഞ്ചസിനെയാണ് നമ്മൾ പറയുന്നത് ഇന്റർ ലോബ്യുലാർ ആർട്ടറി. ഈ ഒരു ഇന്റർ ലോബുലാർ ആർട്ടറി വീണ്ടും ഡിവൈഡ് ചെയ്യും, വീണ്ടും ബ്രാഞ്ചസ് ഫോം ചെയ്യും. ആൻഡ് ഇതിനെയാണ് നമ്മൾ പറയുന്നത് അഫറന്റ് ആർട്ടീരിയോൾ. ഓക്കെ, അപ്പം നമ്മൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ റീനൽ ആർട്ടറി വഴി ബ്ലഡ് നമ്മുടെ ഈ ഒരു കിഡ്നിയുടെ അകത്തേക്ക് വരും. ആൻഡ് അത് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഡിവിഷൻസ് ആയിട്ട് മാറും. ആൻഡ് അത് വീണ്ടും ഡിവൈഡ് ചെയ്ത് ഇന്റർലോബാർ ആർട്ടറി ഫോം ചെയ്യും. ഇന്റർലോബാർ ആർട്ടറി നമ്മുടെ കോർട്ടെക്സ് മെഡുല്ല ആ ഒരു റീജിയനിൽ ജംഗ്ഷനിൽ വെച്ചിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ആർക്വേറ്റ് ആർട്ടറി ഫോം ചെയ്യും. ഈ ഒരു ആർക്വേറ്റ് ആർട്ടറി ഫർദർ ഡിവൈഡ് ചെയ്തിട്ട് interlobular artery forming interlobular artery വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് afferent arteriole ആയിട്ട് മാറും.
ഈ ഒരു അഫറന്റ് ആർട്ടീരിയോൾ ഇനി നമ്മൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു നെഫ്രോണിന്റെ സ്ട്രക്ചറിലേക്ക് പോകാം. നമുക്കറിയാം നമ്മുടെ കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് നെഫ്രോൺ ആണ്. കിഡ്നിയുടെ എല്ലാ തരത്തിലുള്ള ഫംഗ്ഷനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ ഈ ഒരു നെഫ്രോണിൽ വെച്ചിട്ടാണ്. നമ്മുടെ കിഡ്നിയുടെ കാര്യം എടുക്കുമ്പോൾ ഒരു കിഡ്നിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 150 ഗ്രാംസ് ആണ്. ഓക്കെ, 150 ഗ്രാംസ് പെർ കിഡ്നി. ഒരു കിഡ്നിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 150 ഗ്രാംസ് ആണ്. ഇത്തരത്തിലുള്ള ഒരു കിഡ്നിയിൽ നമുക്ക് എബൌട്ട് 1.1 മില്യൺ നെഫ്രോൺസ് കാണാൻ സാധിക്കും. എത്രയാണ്? 1.1 മില്യൺ. ഒരു കിഡ്നിക്കകത്ത് 1.1 മില്യൺ നെഫ്രോൺസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ട് കിഡ്നിയിലും കൂടി നമുക്ക് എബൌട്ട് 2.2 to 2.5 മില്യൺ നെഫ്രോൺസ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ ഒരു നെഫ്രോണിന്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ പറഞ്ഞു എഫറന്റ് ആർട്ടീരിയോളായിട്ട് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഒരു എഫറന്റ് ആർട്ടീരിയോളാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, എഫറന്റ് ആർട്ടീരിയോൾ. ഈ ഒരു എഫറന്റ് ആർട്ടീരിയോൾ ഒരു ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഒരു ടഫ്റ്റ് ഓഫ് കാപ്പിലറീസിനെയാണ് നമ്മൾ പറയുന്നത് ഗ്ലോമെറുലസ്. ഓക്കെ, അപ്പോൾ ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ആണ് ഈ ഒരു ഗ്ലോമെറുലസ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്ലോമെറുലസ് പിന്നെ ഫോം ചെയ്യും എന്ത്? ഇഫറന്റ് ആർട്ടീരിയോൾ. നമ്മൾ നോക്കുമ്പം സാധാരണഗതിയിൽ ആർട്ടറി, കാപ്പിലറീസ് പിന്നെ വെയിൻ, ഒരു ആർട്ടറിയുടെയും ഒരു വെയിൻ്റെയും നടുക്കായിട്ടാണ് നമ്മൾ കാപ്പിലറീസ് കാണുന്നത്. പക്ഷേ ഇവിടെ ഗ്ലോമെറുലസ് എന്ന ആ ഒരു ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് നമുക്ക് രണ്ട് ആർട്ടറീസിൻ്റെ നടുക്കായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഗ്ലോമെറുലസ് എന്ന് പറയുന്നത് വളരെ ഹൈ പ്രഷർസ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഓക്കെ, അവിടെ വളരെ പ്രഷർ കൂടുതലായിരിക്കും. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഗ്ലോമെറുലസിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് ബൗമൻസ് സ്പേസ് അല്ലെങ്കിൽ ബൗമൻസ് ക്യാപ്സ്യൂൾ കാണാൻ സാധിക്കും. ബൗമൻസ് സ്പേസ്. ഈ ഒരു ബൗമൻ സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് PCT പ്രോക്സിമൽ കൺവോൾവേറ്റഡ് ട്യൂബ്യൂൾ കാണാൻ സാധിക്കും. ദെൻ ഹെൻലിസ് ലൂപ്പിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. ഹെൻലിസ് ലൂപ്പ്. ദെൻ DCT, കളക്ടിങ് ഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു നെഫ്രോണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അഫറന്റ് ആർട്ടീരിയോൾ, ഗ്ലോമെറുലസ്, ഇഫറന്റ് ആർട്ടീരിയോൾ, ബൗമൻ സ്പേസ്, PCT, ഹെൻലിസ് ലൂപ്പ്, DCT ആൻഡ് കളക്ടിങ് ഡക്റ്റ്. ഇതാണ് നമ്മുടെ ഈ ഒരു നെഫ്രോണിന്റെ സ്ട്രക്ചർ. നമ്മൾ നോക്കുമ്പോൾ ഗ്ലോമെറുലസ് ആണ് നമ്മുടെ ഫിൽട്രേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 ലിറ്റർ പെർ മിനിറ്റ് ആണ്. 5 ലിറ്റർ. ഓക്കെ, ഈ ഒരു 5 ലിറ്ററിൽ എബൌട്ട് 20 to 25% ആണ് നമ്മുടെ കിഡ്നിയിലേക്ക് വരുന്നത്. അതായത് എബൌട്ട് 1 ലിറ്റർ പെർ മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 ലിറ്റർ പെർ മിനിറ്റ് ആണ്. അതിൽ 20 to 25% നമ്മുടെ കിഡ്നിയിലേക്ക് വരുന്നുണ്ട്. അതായത് അബൌട്ട് 1 ലിറ്റർ പെർ മിനിറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു 1 ലിറ്ററിൽ നമ്മുടെ ഗ്ലോമെറുലർ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത് എബൌട്ട് 120 മില്ലി ലിറ്റർ ആണ്. ഈ ഒരു ഗ്ലോമെറുലർ ഫിൽട്രേറ്റ്, ഗ്ലോമെറുലസിൽ നിന്നും ഫിൽട്രേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ഫിൽട്രേറ്റ് നമ്മുടെ ഈ ഒരു ബൗമൻ സ്പേസിലെത്തും. അപ്പോൾ ആ ഒരു ബൗമൻ സ്പേസിലെത്തുമ്പോൾ ഉള്ള ഫിൽട്രേറ്റിൻ്റെ എമൗണ്ട് ആണ് ഈ ഒരു 120 മില്ലി ലിറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ട്യൂബുലർ പാർട്സിലൂടെ നമ്മുടെ ഈ ഒരു ഫിൽട്രേറ്റ് പോകുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഫിൽട്രേറ്റിൻ്റെ റീഅബ്സോർപ്ഷനും അതേപോലെ തന്നെ സെർട്ടൻ ട്യൂബുലർ സെക്രീഷൻസും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പോർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും. നമ്മളിവിടെ പറഞ്ഞു തന്നത് എന്താണ്? 5 ലിറ്റർ ആണ് കാർഡിയാക് ഔട്ട്പുട്ട് പെർ മിനിറ്റിൽ. ആ ഒരു 5 ലിറ്ററിൽ 20 to 25% നമ്മുടെ കിഡ്നിയിലേക്ക് എത്തുന്നുണ്ട്. ആൻഡ് ഫോം ചെയ്യുന്ന ഗ്ലോമെറുലർ ഫിൽട്രേറ്റ് പെർ മിനിറ്റ് എന്ന് പറയുന്നത് 120 മില്ലി ലിറ്റർ ആണ്. ഈ ഒരു 120 മില്ലി ലിറ്റർ നമ്മുടെ ഒരു ട്യൂബുലർ പാർട്സിലൂടെ പോകുന്ന സമയത്ത് റീഅബ്സോർപ്ഷനും അതേപോലെ തന്നെ ട്യൂബുലർ സെക്രീഷനും നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അറ്റ് ലാസ്റ്റ് നമുക്ക് വരുന്ന ആ ഒരു യൂറിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് വെറും 1 മില്ലി ലിറ്റർ പെർ മിനിറ്റ് ആണ്. ഓക്കെ, 1 മില്ലി ലിറ്റർ പെർ മിനിറ്റ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പെർ ഡേ ഉള്ള ആ ഒരു യൂറിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1.5 ലിറ്റർ പെർ ഡേ ആണ്. അപ്പോൾ എമൗണ്ട് ഓഫ് യൂറിൻ ഫോംഡ് എത്രയായിരിക്കും? 1.5 ലിറ്റർ പെർ ഡേ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടി ഇനി വരുന്ന വീഡിയോസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും, ഓരോ പോർഷൻസ് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കിഡ്നിയുടെ മാക്രോസ്കോപ്പിക് സ്ട്രക്ചർ നോക്കി ആൻഡ് നെഫ്രോണിൻ്റെ സ്ട്രക്ചർ നോക്കി. ഇനി ഇതിൽ വെച്ചിട്ട് നമുക്ക് 2 ടൈപ്സ് ഓഫ് നെഫ്രോൺസ് പറയാം. കോർട്ടിക്കൽ നെഫ്രോൺസും ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസും. കോർട്ടിക്കൽ and juxtamedullary nephrons. 2 ടൈപ്സ് നെഫ്രോൺസ് പറയുന്നത്. നമ്മുടെ ഒരു കോർട്ടിക്കൽ റീജിയനിലായിട്ടാണ് നമ്മൾ നെഫ്രോൺസിനെ കാണുന്നതെങ്കിൽ, അതിന് നമ്മൾ കോർട്ടിക്കൽ നെഫ്രോൺസ് എന്ന് പറയും. ആൻഡ് ഈ ഒരു കോർട്ടിക്കൽ നെഫ്രോൺസിൽ ഇതിൻ്റെ ഈ ഒരു ചെറിയ പോർഷൻ, ഈ ഒരു ഹെൻലിസ് ലൂപ്പിൻ്റെ ചെറിയ പോർഷൻ മാത്രമേ നമ്മുടെ ഈ ഒരു മെഡുല്ലയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ടാവുന്നുള്ളൂ. ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ് പറയുന്നത് നമ്മുടെ ഈ ഒരു മെഡുലറി റീജിയന് തൊട്ട് മുകളിലായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്യൂബുലർ പാർട്സ് ഒക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു മെഡുല്ലയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നെഫ്രോൺസിൻ്റെ സ്ട്രക്ചറും പറഞ്ഞു, 2 ടൈപ്സ് ഓഫ് നെഫ്രോണും പറഞ്ഞു, കോർട്ടിക്കൽ നെഫ്രോൺസും ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസും.
ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു റീനൽ വാസ്കുലേച്ചർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റീനൽ ആർട്ടറി വഴി ബ്ലഡ് വന്നു, അങ്ങനെ നമ്മളിവിടെ അഫറൻറ്റ് ആർട്ടറിയോൾ വരെ ബ്രാഞ്ചസിൽ വന്ന് നിൽക്കുകയായിരുന്നു. and അവിടെ നിന്ന് അത് ഗ്ലോമെറുലസ് ആയിട്ട് മാറി. ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി ഓർക്കണം, ഈ ഒരു ഗ്ലോമെറുലസിനെയും ബൗമൻ സ്പേസിനെയും കൂടി, ഈ രണ്ട് സ്ട്രക്ചേഴ്സിനെയും കൂടി ഒരുമിച്ച് നമ്മൾ പറയുന്നതാണ് റീനൽ കോർപ്പസൽ. ഇപ്പോൾ റീനൽ കോർപ്പസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോമെറുലസ് പ്ലസ് ബൗമൻ സ്പേസ് ആണ് റീനൽ കോർപ്പസൽസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ബ്ലഡ് എങ്ങനെയാണ് നമ്മുടെ ഒരു റീനൽ സിസ്റ്റത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഇഫറൻറ്റ് ആർട്ടീരിയോൾ, ഗ്ലോമെറുലസ് അവസാനം ഇഫറൻറ്റ് ആർട്ടീരിയോൾ ആയിട്ട് മാറുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു ഇഫറൻറ്റ് ആർട്ടീരിയോൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പെരി ട്യൂബുലാർ കാപ്പിലറീസ് അല്ലെങ്കിൽ വാസ റെക്ട ഫോം ചെയ്യും. പെരി ട്യൂബുലാർ കാപ്പിലറീസ് ആൻഡ് വാസ റെക്ട. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ ഇത് രണ്ടും കാപ്പിലറീസ് തന്നെയാണ്. ഈ ഒരു പെരി ട്യൂബുലാർ കാപ്പിലറീസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോർട്ടിക്കൽ നെഫ്രോൺസിന്റെ ഇഫറൻറ്റ് ആർട്ടീരിയോൾസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് വരുന്നതാണ് നമ്മുടെ ഒരു പെരി ട്യൂബുലാർ കാപ്പിലറീസ് എന്ന് പറയുന്നത്. വാസ റെക്ട എന്ന് പറയുന്നത് ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺസിന്റെ ഇഫറൻറ്റ് ആർട്ടീരിയോൾസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു മെഡുലറി റീജിയനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നതാണ് ഈ ഒരു വാസ റെക്ട എന്ന് പറയുന്നത്. ഇത് രണ്ടും, ഈ ഒരു പെരി ട്യൂബുലാർ കാപ്പിലറീസും വാസ റെക്ടയും പിന്നെ ഇന്റർലോബുലാർ വെയിൻ ആയിട്ട് മാറും, പിന്നെ അത് ആർക്വൈറ്റ് വെയിൻ ആയിട്ട് മാറും, ഇന്റർലോബർ വെയിൻ ആയിട്ട് മാറും, ആൻഡ് അത് റീനൽ വെയിൻ വഴി പുറത്തേക്ക് പോകും. ആൻഡ് അത് ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ വെയിനൊക്കെ ആവുക തിരിച്ച് നമ്മുടെ ഹാർട്ടിലേക്ക് എത്തിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റീനൽ വാസ്കുലേച്ചർ, എങ്ങനെയാണ് ബ്ലഡ് എൻ്റർ ചെയ്യുന്നത് നോക്കി എങ്ങനെയാണ് ബ്ലഡ് പുറത്തേക്ക് വരുന്നത് എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാണ് റീനൽ ഫംഗ്ഷൻ. അപ്പോൾ റീനൽ ഫംഗ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ ആണ്. എന്തിൻ്റെയൊക്കെ എക്സ്ക്രീഷൻ? മെറ്റബോളിക് വേസ്റ്റിൻ്റെയും അതേപോലെ തന്നെ ഡ്രഗ്സ് ആസ് വെൽ ആസ് ടോക്സിൻ. അപ്പോൾ മെറ്റബോളിക് വേസ്റ്റുകൾ നമുക്കറിയാം, യൂറിയ, ക്രിയാറ്റിനിൻ പോലുള്ള മെറ്റബോളിക് വേസ്റ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റീനൽ സിസ്റ്റം ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള യൂറിയയുടെ ലെവൽ എന്ന് പറയുന്നത്, യൂറിയയുടെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 2.5 to 7 milligrams per deciliter ആണ്. ആൻഡ് ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് 0.5 to 1.5 milligrams per deciliter ആണ്. അപ്പം നമ്മുടെ ബോഡിയിൽ ഈ ഒരു യൂറിയ അല്ലെങ്കിൽ ക്രിയാറ്റിൻ്റെ നോർമൽ റേഞ്ചിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കിഡ്നിയുടെ ഡിസ്ഫങ്ഷൻ മൂലമാണെന്ന് മനസ്സിലാക്കാം. പക്ഷെ നമ്മൾ നോക്കുമ്പം ഈ യൂറിയയുടെ ലെവൽ നമ്മുടെ ഈ ഒരു കിഡ്നിയുടെ ഫംഗ്ഷനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബട്ട് ഈ ഒരു ക്രിയാറ്റിനിൻ്റെ ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. സോ ഈ ഒരു ക്രിയാറ്റിനിൻ ലെവലിൻ്റെ ഈ ഒരു ക്രിയാറ്റിനിൻ നോർമൽ റേഞ്ചിനെക്കാളും കൂടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിയുടെ ഡിസ്ഫങ്ഷൻ മൂലമാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എൻഡോക്രൈൻ ഫംഗ്ഷൻ, അതായത് ഹോർമോൺസിന്റെ സെക്രീഷൻ. ഇപ്പം എന്തൊക്കെ ഹോർമോൺസ്? എരിത്രോപോയറ്റിൻ, റെനിൻ, അതേപോലെ തന്നെ പ്രോസ്റ്റഗ്ലാൻഡിൻസ്. എരിത്രോപോയറ്റിൻ നമുക്കറിയാം, നമ്മുടെ എരിത്രോസൈറ്റ്സിന്റെ പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഈ ഒരു എരിത്രോപോയറ്റിൻ എന്ന് പറയുന്നത്. ഈ ഒരു എരിത്രോപോയറ്റിനെ സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ പെരി ട്യൂബുലാർ കാപ്പിലറീസിലുള്ള എൻഡോത്തീലിയൽ സെൽസ് ആണ്. എൻഡോത്തീലിയൽ സെൽസ് ഓഫ് പെരി ട്യൂബുലാർ കാപ്പിലറീസ്. ഈ റെനിൻ സെക്രീറ്റ് ചെയ്യുന്നത് ജെക്സ്റ്റാ ഗ്ലോമെറുലാർ അപ്പാരറ്റസിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇവിടെയൊക്കെയാണ് ഈ ഒരു പോർഷൻസ്. ജെക്സ്റ്റാ ഗ്ലോമെറുലാർ അപ്പാരറ്റസ് ഒക്കെ നമ്മുടെ വരും വീഡിയോസിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു റെനിൻ സെക്രീഷൻ നടക്കുന്നത്. ആൻഡ് അടുത്ത ഹോർമോൺ എന്ന് പറയുന്നത് പ്രോസ്റ്റഗ്ലാൻഡിൻസ് ആണ്. ഇനി നമ്മൾ മെറ്റബോളിക് ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ആക്ടിവേഷൻ ഓഫ് വൈറ്റമിൻ ഡി. ഈ ഒരു വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ഫോമിലാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ഈ ഒരു PCT സെൽസിൽ നമുക്ക് ആൽഫ ഹൈഡ്രോക്സിലേസ് എൻസൈം കാണുന്നുണ്ട്. ഈ ഒരു ആൽഫ ഹൈഡ്രോക്സിലേസ് എൻസൈം വൈറ്റമിൻ ഡിനെ ആക്റ്റീവ് ഫോം, അതായത് 1,2,5 ഡൈഹൈഡ്രോക്സി കോളികാൽസിഫെറോൾ ആക്കി മാറ്റും. ഈ ഒരു 1,2,5 ഡൈഹൈഡ്രോക്സി കോളികാൽസിഫെറോൾ നമ്മുടെ GIT മ്യൂക്കോസയിൽ ആക്ട് ചെയ്തിട്ട് കാൽഷ്യത്തിന്റെ റീഅബ്സോർപ്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കിഡ്നിയുടെ അല്ലെങ്കിൽ നമ്മുടെ റീനൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്.